നമ്മൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന റീൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റീൽസ് മാത്രമല്ല ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ അതിന്റെ തൊട്ടിപ്പുറം നമുക്ക് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിച്ചിരിക്കുന്ന റീൽസ് ഫോട്ടോസ് ഒക്കെ ഏതാണെന്ന് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റീൽസിലായാലും ഫോട്ടോ ആയാലും ഏറ്റവും കൂടുതൽ എൻഗേജഡ് ആയിട്ടുള്ള റീൽസ് ഏതാണ് ഫോട്ടോ ഏതാണ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ലാസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ലഭിച്ചിരിക്കുന്ന റീൽസ് ഫോട്ടോസ് ഒക്കെ ഏതാണ് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പുതിയൊരു ഫേസ്ബുക്ക് അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് എവിടെ പോയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അനലിറ്റിക്സ്, കണ്ടന്റ്, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ. ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ മോണിറ്റൈസേഷന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കാണാൻ സാധിക്കും. ഈ കണ്ടന്റ് മോണിറ്റൈസേഷന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോവാം. ഈ ഓളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഏർണിങ്സിന് നേരെയുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് പേജിലോട്ടാ. ഞാനിപ്പോൾ നോക്കുന്നത് പ്രൊഫൈലാണ്, പേജിലും ഇതേപോലെ തന്നെയാണ്. എന്നിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സിഓള്, റീസെന്റ് കണ്ടന്റിന്റെ ഭാഗത്ത് സിഓള് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കാണും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മോസ്റ്റ് വ്യൂഡ്. അതായത് നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന കഴിഞ്ഞ ലാസ്റ്റ് 28 ഡേയ്സിന്റെ ഉള്ളിൽ ഇവിടെ ലാസ്റ്റ് 28 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന റീലാണ് ഞാൻ അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ, അതുപോലെ തന്നെ ഇതും ഫോട്ടോ ആണ്, ഇത് റീലാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിലാണ് ഇവിടെ കാണുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് 7 ഡേയ്സ് ആക്കണമെങ്കിൽ ആക്കാം. അതുപോലെ തന്നെ 60 ഡേയ്സ് ആക്കണമെങ്കിൽ 60 ഡേയ്സ് ആക്കാം, അല്ലെങ്കിൽ 90 ഡേയ്സ് ആക്കണമെങ്കിൽ 90 ഡേയ്സ്. ഇനി ഞാൻ 90 ഡേയ്സ് ആക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 90 ഡേയ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന റീൽ ഏതാണ് അതിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന റീൽ ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിങ് മാറ്റാനും പറ്റുന്നത് തന്നെയാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ. കൂടാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ തൊട്ടിപ്പുറം തന്നെ ഏർണിങ്സ്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിച്ചിരിക്കുന്ന റീൽ ഏതാണ്, ഫോട്ടോ ഏതാണ് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ നമുക്ക് എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് കിട്ടിയിട്ടുള്ള ഈ അടുത്ത് ലാസ്റ്റ് 28 ഡേയ്സിൽ ഏറ്റവും ടോപ്പ് കിട്ടിയത് ഈ ഒരു റീലിലാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോക്ക് ഈ ഒരു ഫോട്ടോക്കാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുള്ള ഫോട്ടോക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏർണിങ്സ് കൂടുതൽ കിട്ടുന്നത്, എങ്ങനെയുള്ള റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏർണിങ്സ് കൂടുതൽ കിട്ടുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതലായിരിക്കും നമുക്ക് മുകളിൽ കാണിക്കുന്നത്. ഈ താഴോട്ടേക്ക് പോകുന്നിടത്തോളം അത് നമുക്ക് കിട്ടിയ ഏർണിങ്സ് അവിടെ കുറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുള്ള ഫോട്ടോക്കാണ്, എങ്ങനെയുള്ള റീൽസിലാണ് ഏർണിങ്സ് കൂടുന്നതും കുറയുന്നതും. അതിന്റെ തൊട്ടിപ്പുറം തന്നെ എൻഗേജ്ഡ്, നമ്മൾ എങ്ങനെയുള്ള റീല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുന്നത്. അതൊക്കെ നമുക്ക് ഇതിൽ ഫോട്ടോയും കാണാൻ സാധിക്കും, റീലും കാണാൻ സാധിക്കും. ഓക്കെ, അതിന്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുള്ള കണ്ടന്റിലാണ് നമുക്ക് ഫോളോവേഴ്സ് കൂടുതൽ ലഭിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ എത്ര ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ ഒറ്റൊരു റീൽസിൽ തന്നെ എനിക്ക് 791 ഫോളോവേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു അപ്ഡേഷൻ. ഈ അടുത്ത കാലത്ത് തന്നെ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിലവിൽ ഫേസ്ബുക്കിന്റെ അപ്ഡേഷനിൽ മാറ്റം വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾക്ക് യൂട്യൂബിലെ YT സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിലും ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ കണ്ടന്റ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ എത്രത്തോളം ഏർണിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്, എത്രത്തോളം എൻഗേജ്മെന്റ് ലഭിക്കുന്നുണ്ട്, എത്രത്തോളം ഫോളോവേഴ്സ് ലഭിക്കുന്നുണ്ട്, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പ്രൊഫൈലും ഇതേപോലെ തന്നെയാണ്, പേജിലും ഇതേപോലെ തന്നെയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.